കഴിഞ്ഞ തവണത്തെ പോലെ എന്തെങ്കിലും വെളിവുകേട് നീ കാണിച്ച ഇപ്പൊ എന്റെ കയ്യിൽ കരിക്കൊണ്ട ഇല്ലല്ല. അപ്പൊ ഞാൻ പച്ചയ്ക്കാം. ജാനകി, ഈ പെണ്ണിനെ നമ്മുടെ കുടുംബത്തിലേക്ക് കെട്ടിയെടുക്കുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ടൊക്കെ പോരെ? ഏയ്, ഇനി അച്ഛനാ സംസാരിക്കരുത്. ഞാൻ കെട്ടുന്ന താലി ഒരു പെണ്ണിന്റെ കഴുത്തിൽ വീഴുന്നുണ്ടെങ്കിൽ അതെന്റെ മാളുവിന്റെ കഴുത്തിൽ തന്നെ ആയിരിക്കും. യവന ഉണ്ടാക്കുന്ന നേരത്തിനുണ്ട്. വാഴ വെച്ചായിരുന്നെങ്കിൽ. അയ്യോ, ആരൊക്കെ ഈ വന്നേക്കുന്നേ? ഹായ് മാളുവിന്റെ അമ്മ. വന്നേ വന്നേ, വാ മോനെ, കേറി വാ. വന്നാട്ടെ വന്നാട്ടെ, വരൂ, ഇരിക്കൂ. വാ മോനെ, കേറി ഇരിക്കേ. ഓ, ഞാൻ ഇവിടെ ഇരുന്നു. എന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ? നമ്മളൊരു കുടുംബം ആവാൻ പോവല്ലേ, അത്തരം ഫോർമാലിറ്റീസ് ഒക്കെ ഇനി വേണോ? മാളുവിടെ നാട്ടുനടപ്പ് പ്രകാരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാൻ പോവല്ലേ, അതിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കണം. അതിനാ വന്നത്. ആയിക്കോട്ടെ. അല്ലമ്മ, ഈ മാളുവിടെ അവള് പുറത്തെവിടെ പോയതാ. ഇപ്പൊ വരും. മോൻ അവിടെ ഇരിക്കേ. നീ ഇങ്ങനെ നോക്കിയിരിക്കാ എല്ലാവർക്കും ചായ എടുക്കുമോളെ. അമ്മേ. എന്താടാ? ഈ അമ്മേനല്ല, മാളുവിന്റെ അമ്മയെടുത്ത്. അതേ, എന്താ മോനെ? എനിക്ക് എന്റെ ചായക്ക് മധുരം ഇച്ചിരി കൂടുതൽ വേണമായിരുന്നു. മാളുവിന്റെ അടുത്ത് ഒന്ന് പറയോ? മോൻ തന്നെ ചെന്നങ്ങ് പറഞ്ഞു. അയ്യോ, എന്നാലും അതിന്റെ ഒരു ഇത് മോന്റെ കൂടെ വീടല്ലേ. ചെല്ലു മോനെ, അങ്ങോട്ട് ചെല്ല്. ഞാൻ പോയിട്ട്. മാളു, കുമാറിന്റെ ജാതകപ്രകാരം 2 മാസത്തിനുള്ളിൽ അവന്റെ കല്യാണം നടത്തണം. അല്ലെങ്കിൽ പിന്നെ 1 വർഷം കഴിയാതെ അവന്റെ കല്യാണം നടക്കില്ലെന്ന്. മാളുവിന്റെ കുമാറിന്റെ കല്യാണം നടത്താൻ 1 മാസം സമയം ധാരാളം അല്ലേ സുധേ? അയ്യോ, ഇത്ര പെട്ടെന്ന് ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ എടിപിടിന്ന് ഒരു കല്യാണം നടത്താൻ പറ്റിയ അവസ്ഥയിലല്ല നിങ്ങളെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ചെലവുകളുടെ കാര്യം ഓർത്ത് സുധ പേടിക്കണ്ട. അതെ, പെണ്ണിനിടാനുള്ള സ്വർണ്ണമടക്കമുള്ള എല്ലാ ചെലവുകളും നിങ്ങൾ നോക്കിക്കൊള്ളാന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. എത്രയും വേഗം ഇത് നടത്തണം, ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. ചായ കൊടുക്കുമോളെ. ഇവന് വേണ്ടി ഒരുപാട് പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടു. പക്ഷെ ഒരു പെണ്ണിനെ ഇവന് പിടിക്കുന്നില്ല. തിരിച്ചായിരിക്കും സംഭവിച്ചത്. എന്തു പറയാനാ സുധേ, ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. മാളുവിനെ ഇവൻ അങ്ങ് ബോധിച്ചു. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ. ഇവന്റെ വിധി ഇതായിരിക്കും. ഡാഡി, വന്ന കാര്യം പറഞ്ഞില്ല. കുമാറിന്റെയും മാളുവിന്റെയും ജാതകം ഒന്ന് ഒത്തു നോക്കണ്ടേ? ജാതകം ഇപ്പൊ തന്നുവിട്ട ജോലിസിനെ കൊണ്ട് നോക്കിയിട്ട് നാളെ തിരിച്ചു കൊടുത്തുവിടാം. ഈശ്വര, ജാതകവും അതിന് ഞാൻ ഇനി എവിടെ പോവും? എന്തമ്മ, എന്തുപറ്റി? ഒന്നുമില്ല. മാളുവിന്റെ ജാതകമേ അവിടെ അച്ഛന്റെ കയ്യില. രവിയേട്ടനൊന്ന് വരട്ടെ, ഞാൻ ജാതകം അങ്ങോട്ട് കൊടുത്തു വിടാം. അത് മതി അല്ലേ ഗോപിട്ട? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യേ, ശ്രീ, താനെന്താ പാടൂ ഇവിടെ ഒന്നരങ്കാതെ നിക്കുന്നേ? അത് വാ, അകത്തേക്ക് കയറാം. ഇനിയിപ്പൊ ഇത് തന്റെയും കൂടെ വീടല്ലേ? കോളിംഗ് ബെൽ അടിച്ച് കാത്തു നിൽക്കണോ? തുറന്ന് കയറിക്കൂടെ? വാ. അല്ല, തന്റെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? നന്നായി നടക്കുന്നു.
ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബന്ധുക്കളെ പലരെയും ക്ഷണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലേ? അച്ഛൻ വഴിക്കും അമ്മ വഴിക്കും എനിക്കങ്ങനെ ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല. അല്ല, ഞങ്ങളെക്കാളും ബുദ്ധിമുട്ട് നമ്പ്യാർ സാറിനായിരിക്കുമല്ലോ. എത്ര പേരെ ക്ഷണിക്കാനുള്ളതാ. എന്താ എന്താ വിളിച്ചത്? സാറെന്നോ? ദേ, ആ വിളയിൽ നീ വേണ്ട, മുത്തച്ഛൻ അങ്ങനെ വിളിച്ചാൽ മതി. ഈ ഗ്രാമത്തിലെ മനുഷ്യർ ആരാധനയോടെ അങ്ങേ അച്യുതൻ നമ്പ്യാർന്ന് വിളിക്കുന്നത് ദേ കുട്ടിക്കാലം മുതലേ കേട്ട് വളർന്നതാ ഞാൻ. ഒരു സുപ്രഭാതത്തില് ആ വലിയ മനുഷ്യനെ കയറി മുത്തശ്ശാന്ന് വിളിക്കാൻ പെട്ടെന്ന് എന്റെ നാവ് വഴങ്ങത്തില്ല. പതുക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാം. അതിനായിട്ട് കുറച്ച് സമയം എനിക്കൊന്ന് അനുവദിക്കണം. ഏലോ, ഈ നിഷ്കളങ്കതയാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ, ഞങ്ങളുടെ അമ്മു ഭാഗ്യവതിയാണ് മോനെ. നമ്പ്യാർ സാറേ, അങ്ങയുടെ ചെറുമകളുടെ ഭർത്താവാകാൻ സാധിക്കുന്നതന്നെ എന്റെ ഭാഗ്യമല്ലേ? ആ, മന്ത്രകോടിയൊക്കെ എടുത്തോ? ഇല്ല, മന്ത്രകോടി എടുക്കുന്നതിന് മുൻപ് അമൃതയുടെ അഭിപ്രായം ഒന്ന് അറിയണമെന്ന് തോന്നി. അതിനാ ഞാൻ വന്നത്. അതിനെന്താ, തനിക്ക് അമ്മുവിനോട് തന്നെ നേരിട്ട് ചോദിക്കാമല്ലോ. ആ, മോളെ അഞ്ജലി, ഇങ്ങോട്ട് വന്നേ. എന്താ മുത്തശ്ശ? അമ്മു എവിടെ? റൂമിലുണ്ട്. ഓ, അല്ല, ദേ അമ്മുവിന്റെ ഇഷ്ടങ്ങൾ ശ്രീ നേരിട്ട് തന്നെ ചോദിച്ചോളൂ. മോളെ, ശ്രീയെ അമ്മുവിന്റെ റൂമിലേക്ക് കൂട്ടിക്കോളൂ. ശരി മുത്തശ്ശ. വരൂ. പോയിട്ട് വാ, ചെല്ലടോ. ആ. ഉം